രാജരാജേശ്വരി മാതാ കീ ജയ്. ഭാഗ്യത്താൽ മർത്യജന്മം കരഗതമിവ നിന്നെങ്കിലും ശാംഭവി, നിർഭാഗ്യത്താൽ ഇത്ര നാളും തവ പദകമലം ചെറ്റുമോർത്തില കഷ്ടം. ഭൃംഗത്തെപ്പോലെ ഭോഗപ്രസവ മധു നുകർന്നന്ത്യമേലാതിരിപ്പാൻ ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസിയിടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 10ാമത്തെ അധ്യായമാണ് നാം ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങിയത്. ത്രിവിധ കർമ്മങ്ങളെക്കുറിച്ച് ജനമേജയന വ്യാസൻ ഉപദേശിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളെ തുടർന്നുകൊണ്ട് പറയുന്നു. ദേഹം എടുത്ത നിമിഷം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുഭാശുഭ കർമ്മങ്ങളെയാണ് വർത്തമാനം എന്ന് പദത്താൽ ഇവിടെ പറയുന്നത്. കാലം സഞ്ചിത കർമ്മങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഏതാനും കർമ്മങ്ങൾ എടുത്ത് ജനിക്കുന്ന സമയം മുതൽ ഭുജിക്കാനായി നൽകുന്നതിനെയാണ് പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ദേഹം നമ്മൾ ജനിച്ചത് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപാപ കർമ്മങ്ങളാണ് വർത്തമാന കർമ്മങ്ങൾ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരമായിട്ട് വർത്തമാനം. കാലം സഞ്ചിത കർമ്മങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഏതാനും കർമ്മങ്ങൾ എടുത്ത് ജനിക്കുന്ന സമയം മുതൽ ഭുജിക്കുന്നതിനെ നൽകുന്നതിനെ പ്രാരാബ്ധം എന്ന് പറയണു. എന്ന് പറഞ്ഞാൽ പോയ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന്ന് കുറച്ചു ഭാഗം നമുക്ക് ഇപ്പം അനുഭവിക്കേണ്ടതായിട്ട് വരും. ചിലവരൊക്കെ പറയാറില്ലേ, ഞാൻ ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ, എല്ലാം നല്ല കാര്യങ്ങളല്ലേ ചെയ്തത്, ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല, ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ദേവിയും ദേവനെയും യഥാവിധി പറ്റുന്നത് മാതിരി സ്തുതിച്ചും നമിച്ചും സത്കർമ്മങ്ങൾ ചെയ്തും കഴിയുന്നത്ര ദാനങ്ങൾ പറ്റുന്നത് മാതിരി ചെയ്തും ആരെയും ദുഃഖിപ്പിക്കാതെയും വേദനിപ്പിക്കാതെയും ഹിംസാദിവൃത്തികൾ ചെയ്യാതെയും ഒക്കെയാണല്ലോ ഞാൻ ജീവിക്കുന്നത്. പക്ഷേ എങ്കിലും എനിക്കിതാ ദേഹസുഖമില്ല, മനസ്സിന് സുഖമില്ല, പല കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്തിനാ എനിക്ക് ഈ കഷ്ടങ്ങൾ ഭഗവാനെ തരുന്നത്, ഞാനതിന് മാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ സഞ്ചിത കർമ്മങ്ങളുടെ പാപപുണ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയുക. അപ്പോൾ ഇതിന് മുമ്പത്തെ ഈ ജന്മത്തിൽ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, ഇല്ലെങ്കിൽ ഇത്രയും ദുഃഖങ്ങൾ നേടാൻ തക്ക വിധത്തിലുള്ള പാപകർമ്മങ്ങൾ, അത്രയും വലിയ പാപകർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെയാണ് സജ്ജിത പാപകർമ്മങ്ങളായി എന്ന് പറയുന്നത്. ഈ ജന്മത്തിലല്ല, ഇതിനു മുമ്പ് നമ്മൾ എടുത്തിരുന്ന ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ അത്തരം ഹിംസാദി വൃത്തികൾ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ പാപകർമ്മങ്ങളുടെ ഫലമൊന്നും ഇതിനു മുമ്പുള്ള ജന്മത്തിലൊന്നും അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ അവിടെ ഇങ്ങനെ ബാക്കിയായിട്ടിരിക്കും. നമ്മൾ വിചാരിക്കുന്ന മാതിരി നമ്മുടെ കണക്കല്ലല്ലോ യമധർമ്മന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ കണക്കിൽ, ചിത്രഗുപ്തന്റെ കണക്കിലൊക്കെ ഉള്ളത്. അവിടെ അതിങ്ങനെ കൂട്ടിച്ചേർത്ത് പലിശയും കൂട്ടുപലിശയായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിയുന്നത് വരെ അനുഭവിക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ജന്മത്തിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അധികമൊന്നും വർത്തമാനകാലത്തിൽ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളിലൂടെ പാപങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല, അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് വരുമ്പോൾ പൂർവജന്മാദികളിൽ ചെയ്തതായിട്ടുള്ള കർമ്മഫലങ്ങൾ, പാപകർമ്മഫലങ്ങളൊക്കെ ദുഃഖമായിട്ട് കുറേയധികം പുണ്യകർമ്മങ്ങളാണ് നമ്മുടെ പേരിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ പുണ്യമായിട്ട് വളരെ സന്തോഷിച്ചും അങ്ങനെയൊക്കെ നമ്മളുണ്ടാവും. മനസ്സിലായില്ലേ?
ചിലവരൊക്കെ കേൾക്കാറില്ലേ, അവളൊന്നും ഒരമ്പലത്തിലേക്കും പോയി ഞാൻ കണ്ടിട്ടില്ല, ഒരു നാരായണീയം വായിക്കണില്ല, ഭാഗവതം വായിക്കില്ല, ഭാഗവതം നാരായണീയം എന്നൊക്കെ കേട്ടാ കലിയാണ്, പോകുന്നവരെ പരിഹസിക്കുക ചെയ്യാതെ നേരം വെളിച്ചാകുമ്പോൾ പുസ്തകം എടുത്തിട്ട് ഇറങ്ങി അമ്പലത്തിൽ പോയി കുത്തിയിരിക്കുക, ഉച്ചയ്ക്ക് സുഖമായിട്ട് പായസത്തോടു കൂടി ഊണ് കഴിക്കുക, ചായയും കാപ്പിയും വടയും തിന്നുക വരിക, ഇതന്നെയാ ജോലി, ഇതിനാ അമ്പലത്തിലേക്കൊക്കെ പോണത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരെ പരിഹസിച്ചുകൊണ്ടിരിക്കണു. പക്ഷെ ജീവിതം നോക്കൂ, വളരെ സുഖം, നല്ല ഡ്യൂപ്ലക്സ് ബംഗ്ലാവ്, നല്ല കാറ്, ഭർത്താവിന് നല്ല ജോലി, ശമ്പളം, ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, കുട്ടികളൊക്കെ നല്ല നല്ല ഫോറിനിൽ ജോലി ചെയ്ത് ഇഷ്ടം പോലെ അമ്മയ്ക്ക് പൈസ അയക്കണു, ഇഷ്ടം പോലെ പൈസകളുണ്ട്, നല്ല നല്ല ആഭരണങ്ങൾ മേടിക്കണു, നല്ല നല്ല സാരികളും മറ്റുള്ളതൊക്കെ മേടിക്കണു. ഇവിടെ നമ്മളാണെങ്കിലോ നേരം വെളിച്ചാകുമ്പോൾ കുളിച്ച് വീട്ടിലും പൂജ, അമ്പലത്തിൽ പോവുക, ക്ഷേത്രാടനം ചെയ്യുക, എന്തൊക്കെ ചെയ്യണു. ഇതൊക്കെ ചെയ്തിട്ട് നമുക്കോ ദേഹസുഖല്യ, മനസ്സുഖല്യ, ആരോഗ്യം കുറവ്, അനേക വിധത്തിലുള്ള കഷ്ടങ്ങൾ, ദാരിദ്ര്യങ്ങൾ, കുട്ടികൾക്ക് മക്കൾക്ക് ഒക്കെ കഷ്ടങ്ങൾ, ഇതൊക്കെ അനുഭവിച്ചു കൊണ്ട് പോവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നാറില്ലേ, അതൊന്നും ചെയ്യാതെ നേരെ വിപരീതമായിട്ടിരുന്ന് ഇത്ര സുഖം, ഇതൊക്കെ ചെയ്തിട്ട് എനിക്കിത് ഇത്ര ദുഃഖം, എന്താപ്പം ഇതിൻ്റെ കാരണം? അതാണ് ഇവിടെ വ്യാസൻ പറയണത്. ഈ പൂർവജന്മങ്ങളിൽ ചെയ്ത പുണ്യ പാപ ഫലങ്ങളുടെ കർമ്മങ്ങളെ പ്രാരാബ്ധമായിട്ട് ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതിൽ നമ്മുടെ പേരിൻ്റെ നേർക്ക് കുറേ പുണ്യകർമ്മങ്ങളെ കുറേ ഉണ്ട് അനുഭവിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ കാര്യമായിട്ട് നമ്മൾ ഈശ്വരഭജനവും സൽക്കർമ്മങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ആ പ്രാരാബ്ധവശാൽ നമുക്ക് കിട്ടിയ പുണ്യകർമ്മങ്ങൾ കുറേയൊക്കെ അനുഭവിച്ച് സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. അതേസമയത്ത് നമ്മൾ കുറേ പുണ്യകർമ്മങ്ങളൊക്കെ ഈ ജന്മത്തിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ദുഃഖവും ദുരിതവും ശോകവും അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പത്തെ ജന്മങ്ങളിൽ ചെയ്തതായിട്ടുള്ള പാപഫലങ്ങൾ, ആ കർമ്മഫലങ്ങളെ പ്രാരാബ്ധ രൂപത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിപ്പോൾ വിശദമായിട്ടിവിടെ പറയാനുള്ള കാരണം, ഈ ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടേ. നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഒട്ടനവധി പേരുടെ മനസ്സിലുണ്ട്. സപ്താഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ പലരും ഇതൊക്കെ ചോദിക്കാറുണ്ട്. എന്താ ആചാര്യൻ ഇത്, നമ്മൾ ഇത്രയൊക്കെ ഇതായിട്ട് നടന്നിട്ടും നമുക്ക് ദുഃഖം തന്നെയായി എപ്പോഴും, ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിലോ വളരെ സുഖമായിട്ടിരിക്കണം, എന്താപ്പം ഇതിങ്ങനെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കാ ഈ ആത്മീയതയിലൊക്കെ വിശ്വാസം ഉണ്ടാവുക? ആർക്കാ ക്ഷേത്രാടനങ്ങളും തീർത്ഥാടനങ്ങളും ചെയ്യാനായിട്ട് തോന്നുക? മനസ്സിലെ ആർക്കാ ദാനധർമാദികളെ വ്രതാനുഷ്ഠാനങ്ങളെ ചെയ്യാൻ തോന്നുക? നാരായണീയം, ഭാഗവതം മുതലായവയെല്ലാം പഠിക്കാനും അതൊക്കെ വായിക്കാനും ഇപ്പം ആർക്കാ തോന്നുക? കാരണം ഇതൊക്കെ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വരണത്. ഇതൊന്നും ചെയ്യാത്തവർ നല്ല സുഖമായിട്ടിങ്ങനെ പോവണു എന്ന് നമ്മൾ ഈ സമാജത്തിൽ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിൽ ഒരു ചോദ്യം, ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. ആ സംശയത്തിനെയാണ് ഇവിടെ തീർത്തു കൊടുക്കുന്നത്. പ്രാരാബ്ധകർമ്മം എന്ന് പറയുന്നത് ഭോഗം കൊണ്ട് അത് ക്ഷയിക്കണു. പ്രാണികളെല്ലാം പ്രാരാബ്ധകർമ്മം അനുഭവിച്ചേ തീരൂ, സംശയമില്ല ഒട്ടും. അതുകൊണ്ട് പണ്ട് ചെയ്ത ശുഭാശുഭകർമ്മങ്ങളെല്ലാം അവശ്യം അനുഭവിച്ച് തീർക്കേണ്ടവയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദേവന്മാരും മനുഷ്യരും അസുരന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും എന്ന് വേണ്ട എല്ലാവരും കർമ്മഫലം അനുഭവിക്കേണ്ടിവരാണ്. ദേഹമുണ്ടാവാൻ കാരണം തന്നെ ഈ കർമ്മമാണ്. അതാണ് ഏറ്റവും കർമ്മൈവഹി മഹാരാജ ദേഹാരംഭസ്യ കാരണം. അപ്പൊ നമ്മൾ ജനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജന്മത്തിന്റെ കാരണം തന്നെ ആ കർമ്മമാണ്. ജന്മമെടുത്തത് എന്തുമൂലം? കർമ്മം കൊണ്ടേ എന്ന് പറയാറില്ലേ? ജന്മമെടുത്തത് കർമ്മം കൊണ്ടേ. നമ്മളുടെ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ ജന്മം എടുത്തിരിക്കുന്നത്. അത് മനുഷ്യനായാലും പശുപക്ഷി മൃഗാദികളായാലും എന്തു ശരീരത്തിൽ കൂടി ജനിച്ചാലും ആ ജന്മം എടുത്തതിന് കാരണം നമ്മളുടെ പൂർവജന്മ കർമ്മം തന്നെയാണ് എന്നവിടെ പറയണു. എന്തായാലും
ഈ ഭാഗങ്ങളെ നമുക്ക് തുടർന്നു പോകാം. ഇന്ന് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് ദേവീ ശരണം.